കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാട്ടിലെ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങൾ കുറയ്ക്കുക, ക്ഷേമ പെൻഷൻ നിർത്തുക, ശമ്പളം കുറയ്ക്കുക. ആ നിലയിൽ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ചിലവെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളാണ്, അത് കുറയ്ക്കുക എന്നതാണ്. ഇങ്ങനെയാണോ ഒരു കമ്മി ബജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ചിന്തിക്കേണ്ടത്? നമ്മളിപ്പോൾ ബജറ്റിനെയൊക്കെ പറ്റി പഠിക്കുകയും ചെയ്യുന്നവരല്ലേ. നോക്കൂ, നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, ഒരു ക്ലാസ് ലീഡറുണ്ട്. ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഒരു സെൻഡ് ഓഫ് നടത്താൻ തീരുമാനിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ക്ലാസ് ലീഡറാണ്. ഈ എല്ലാ കുട്ടികളിൽ നിന്നും 10 രൂപ വെച്ച് പിരിക്കാൻ തീരുമാനിക്കുന്നു. 50 കുട്ടികളിൽ നിന്ന് പിരിച്ചാൽ 500 രൂപ കിട്ടും. ഈ 500 രൂപ വെച്ച് ഇയാൾക്ക് സെൻഡ് ഓഫ് നടത്താം. അപ്പോൾ 500 രൂപ വെച്ച് സെൻഡ് ഓഫ് നടത്തിയാൽ അതിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടാവും. ആ വിഭവങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ പിരിഞ്ഞു പോകാം. അപ്പം എന്താ, ഈ വരവ് സമം ചെലവ് വിടുക്കാൻ കഴിഞ്ഞു. ഇത് നടപ്പിലാക്കാൻ ഒരു വിദഗ്ധം വേണം. ആര് പിരിച്ചാലും ചെയ്യാൻ പറ്റും. വേറൊരു വിദഗ്ധൻ ആ ലീഡർ ചെയ്തതെന്താ അറിയാം, 500 രൂപ പിരിച്ചെടുത്തു, 300 രൂപ ചെലവ് ചെയ്തു. എല്ലാവർക്കും ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് ചായയൊക്കെ കൊടുത്തിട്ട് ബാക്കി 200 രൂപ ടീച്ചറെ ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മിച്ചം വെച്ചിട്ട് എന്ത് മലമറിക്കാനാ? അവിടെ ആളുകൾ വല്ലാത്ത പ്രയാസത്തിലും ദാരിദ്ര്യത്തിലും ആഗ്രഹത്തിലും നിൽക്കുമ്പോൾ ഇത് മിച്ചം വെക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്നാൽ വേറൊരു ലീഡർ 500 രൂപ പിരിച്ചെടുത്തു, ഒരു 10-300 രൂപ പരസ്യം പിടിച്ച് പുറത്തുനിന്ന് സമാഹരിച്ചു. എന്നിട്ട് അവൻ ഇവിടെ ഒരു 1000 രൂപയുടെ പരിപാടി സംഘടിപ്പിച്ചു കൊടുത്തു. കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഭക്ഷണവും പരിപാടികളൊക്കെ നടത്തി. ഇതിൽ ഏത് ലീഡറാണ് മികച്ച ലീഡർ എന്ന് പറയുക? അവസാനം പറഞ്ഞ ആളാണ്. യഥാർത്ഥത്തിൽ അയാളുടെ ബജറ്റ് കമ്മി ബജറ്റാണ്. 500 രൂപയ്ക്ക് 800 രൂപയുടെ ബജറ്റാണ് അയാൾ പ്ലാൻ ചെയ്തത്. അധികം വന്ന 800 രൂപ 300 രൂപ കണ്ടെത്താനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തി. അതാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള ആലോചനയിലേക്ക് കേരളത്തിലെ LDF ഗവൺമെന്റ് പോയത്. അങ്ങനെയാണ്. ആ കിഫ്ബിയുടെ ധനം ഉപയോഗിച്ച് നമ്മുടെ സംസ്ഥാനത്ത് എത്ര ആശുപത്രികൾ, എത്ര റോഡുകൾ, എത്ര സ്കൂളുകൾ നമ്മൾ വികസിപ്പിച്ചു. ഉള്ള പണം ചെലവഴിക്കാൻ ഒരു ഗവൺമെന്റ് വേണം. അതിനപ്പുറത്തേക്കുള്ള ധനസമാഹരണത്തിന്റെ, വിഭവ സമാഹരണത്തിന്റെ സാധ്യതകൾ എന്ത് എന്ന് പരിശോധിക്കലല്ലേ ഒരു ധനകാര്യമന്ത്രി ചെയ്യേണ്ടത്? ഇവിടെ കടമാണ് എന്ന് വരുത്തി തീർത്ത് ഉള്ള ചെലവ് കൂടി ചുരുക്കി ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന നീക്കത്തിലേക്ക് ഒരു ഗവൺമെന്റ് പോയാൽ അത് അംഗീകരിക്കേണ്ടതുണ്ടോ? ഈ കേരളത്തെ സാമ്പത്തികമായി ഭദ്രമായി മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത് കേരളം കേട്ടതല്ലേ? കഴിഞ്ഞ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ ഏതാണ്ട് 6000 കോടി രൂപ ഈ കേരള ഖജനാവിലുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നോക്കൂ, KSRTCയിലെ സൗജന്യ യാത്ര എത്ര കോടി വേണമെന്നാണ് CP ജോൺ പറഞ്ഞത്? ആര്? ഗതാഗത മന്ത്രി പറഞ്ഞത് 80 കോടി മുതൽ പരമാവധി 100 കോടി വരെ. ഇതാണ് പറഞ്ഞത്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴോ ഇവിടെ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി ഉണ്ടായിരുന്നു. 16.5 ലക്ഷം ആളുകൾ, 16,42,000 ആളുകൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ 1000 രൂപ പെൻഷൻ വാങ്ങിയിരുന്നു. 4 മാസം തുടർച്ചയായി വാങ്ങി. ഇപ്പൊ 3 മാസമായി പെൻഷൻ ഇല്ല. UDF ഗവൺമെന്റ് വന്നതോടുകൂടി പെൻഷൻ നിന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ പെൻഷൻ ഇല്ല. എത്ര ആൾക്കാ? 16,42,000 ആൾക്ക് 1000 രൂപ വീതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മാസം 164 കോടി രൂപ. ഒരു മാസം 164 കോടി രൂപ ഏറ്റവും അർഹരായ സ്ത്രീകളിലേക്ക്. ആർക്കാ കൊടുക്കുന്നത്? 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL കുടുംബത്തിൽപ്പെട്ട നിർധനരായ സ്ത്രീകളെ കണ്ടെത്തി അപേക്ഷ ക്ഷണിച്ച് അത് സ്ക്രൂട്ടിനി ചെയ്ത് ജനുവിനാണെന്ന് ഉറപ്പുവരുത്തി 16,42,000 ആളുകൾക്ക് ഒരു മാസം 164 കോടി രൂപ LDF ഗവൺമെന്റ് ചെലവഴിച്ചത് ഇല്ലാതാക്കി. പകരം 80 കോടി രൂപ ചെലവഴിച്ച് KSRTCയിൽ എല്ലാവർക്കും സൗജന്യം ഏർപ്പെടുത്തുക എന്നതാണോ കേരളം പോലൊരു സംസ്ഥാനത്ത് ചെയ്യേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഈ ധവളപത്രത്തിന്റെ മറവിൽ അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നു, അധ്യാപകർ ഇവിടെ അധികമാണ്. അതുകൊണ്ടോ സ്കൂളുകൾ അടച്ചുപൂട്ടും, അധ്യാപകരെ പിരിച്ചുവിടും.
ഒരു സംരക്ഷണവും കിട്ടാത്ത വിധത്തിലേക്ക് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്വഭാവം മാറാൻ പോകുന്നു. ഇത് നമ്മൾ ധവളപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കണം. ശമ്പള പരിഷ്കരണം ഉണ്ടാവില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? എല്ലാ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിലും 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം. അതുകൊണ്ടോ കേരളത്തിലെ 5 വർഷ തത്വം അവസാനിപ്പിക്കും. 10 വർഷത്തിലൊരിക്കലായി ശമ്പള പരിഷ്കരണം മാറ്റും. നോക്കൂ, കേരളത്തിൽ 5 വർഷ തത്വം വന്നത് എങ്ങനെയാണ്? നമ്മൾ സമരം നടത്തിയിട്ടാ. കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും പ്രക്ഷോഭം നടത്തിയാണ് സഖാവ് നായനാരുടെ കാലത്ത് ഈ 5 വർഷ തത്വം ശമ്പള പരിഷ്കരണത്തിൽ യാഥാർത്ഥ്യമാക്കിയെടുത്തത്. കേന്ദ്ര നിരക്കിൽ DA യാഥാർത്ഥ്യമാക്കിയെടുത്തത്. ഇതെല്ലാം പ്രക്ഷോഭത്തിലൂടെ നേടിയെടുത്തതാണ്. അതെല്ലാം വെറുതെ ഒരു ഭരണാധികാരി പ്രഖ്യാപിച്ചതല്ല. കൃത്യമായ ധനകാര്യ പഠനം നടത്തിയാണ്. അത് പഠിക്കാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ, ജഡ്ജിമാരുൾപ്പെടെയുള്ള ഒരു ടീമിനെ ചുമതലപ്പെടുത്തി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ എങ്ങനെയാണ് UDF ഗവൺമെന്റിന് കഴിയുന്നത്? ഇതിനോട് കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും യോജിക്കുമോ? KPST എന്ത് നിലപാട് പറയും? KSTU എന്ത് നിലപാട് പറയും? 5 വർഷ ശമ്പള പരിഷ്കരണം ഇനി വേണ്ട, 10 വർഷം കൂടുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇപ്പൊ 2025 ഒരു പരിഷ്കരണം കിട്ടണം. അടുത്തത് 2030 കിട്ടണം. 2032 33 പിരിയുന്നവർ ഓർത്തോളൂ, ഈ പരിഷ്കരണത്തോടുകൂടി പിരിഞ്ഞു പോകാനാണ്. അല്ലെങ്കിലോ രണ്ടാമതൊരു പരിഷ്കരണം കൂടി വാങ്ങി അതിൻ്റെ ഒരു അന്തിമ സ്കെയില്, ആ സ്കെയിലിലുള്ള പെൻഷൻ അർഹതയുള്ള ആളുകളായി പിരിഞ്ഞു പോകേണ്ടതിന് പകരം ഈ ഒരു പരിഷ്കരണത്തോടുകൂടി പിരിഞ്ഞു പോയിക്കൊള്ളണം എന്ന് പറയുന്ന നിലയിലേക്ക് ശമ്പള പരിഷ്കരണ തത്വത്തെ അട്ടിമറിക്കാൻ പോകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആകെ 70% ശമ്പളം കൊടുക്കുന്നത് ആവശ്യമില്ലാത്തൊരു കൊടുപ്പ് പോലെയാണ് പറയുന്നത്. ആരാന്നറിയോ ഈ ആളുകൾ? നമ്മുടെ സംസ്ഥാനത്ത് 5.5 ലക്ഷത്തിനടുത്ത് 5.25 ലക്ഷത്തിന് മുകളിൽ അധ്യാപകരും ജീവനക്കാരുമുണ്ട്. ഈ 5.25 ലക്ഷത്തിൻ്റെ നല്ലൊരു പങ്കാളികൾ ആരാ? 3 വിഭാഗമാണ്: പോലീസ്, ആരോഗ്യം, വിദ്യാഭ്യാസം. ഇത് മൂന്നും കൂടി 3,25,000 ആളുകൾ വരും. ബാക്കിയേ ഉള്ളൂ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടി. ഇതിലേതാ ഇവർ കുറയ്ക്കാൻ പോകുന്നത്? ഇതിലേതാ വേണ്ടാത്തത്? ആരോഗ്യ മേഖല വേണ്ടേ? ഡോക്ടർമാരും നഴ്സുമാരും സംവിധാനങ്ങളൊന്നും വേണ്ടേ? അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? പോലീസ് വേണ്ടേ? വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും വേണ്ടേ? ഈ 3ഉം ചേർന്നാൽ മാത്രം 3.25 ലക്ഷം ആളുകൾ വരും. ബാക്കി 5.5 ലക്ഷത്തിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ ചെറിയൊരു നമ്പറേ ഉള്ളൂ. ഇവർക്ക് കൊടുക്കുന്ന തുക അനാവശ്യ ചെലവാണെന്നൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ മുഖ്യമന്ത്രി ജനപക്ഷത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് കണക്കാക്കാൻ കഴിയുമോ? ഇതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്ഥിതി. ഈ നിലയിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മികവിനെ തകർക്കുന്ന വിധത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ എടുത്ത നടപടികളാണ് ഞാനിവിടെ എണ്ണി സൂചിപ്പിച്ചത്. ഈ ഗവൺമെന്റിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ 102 സീറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് ഇത് കാട്ടിക്കൂട്ടുന്നതെങ്കിൽ കേരളത്തിൽ ആപാലവൃദ്ധം ജനങ്ങളെയും സമരരംഗത്ത് അണിനിരത്തുക എന്നതാണ് ഇതിനെ ചെറുത്തു പരാജയപ്പെടുത്താനുള്ള ഏക മാർഗം. ഇവിടെ 102 സീറ്റ് കിട്ടുമ്പോഴും നമ്മൾ കാണേണ്ടത് 50% വോട്ടൊന്നും വാങ്ങി ജയിച്ചു വന്ന മുന്നണിയൊന്നുമല്ല. അത്ര വലിയ പിന്തുണയുണ്ടെന്ന് നിങ്ങൾ കരുതണ്ട. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ഇടപെടലുകളുടെയും എല്ലാം ഭാഗമായിട്ടാണ് ഇന്നീ കാണുന്ന ഒരു ജനവിധി യഥാർത്ഥത്തിൽ UDFന് ലഭിച്ചത്.